ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ പൂത്തോളിലുള്ള നന്ദല ജിമാർട്ടിന്റെ പുതിയ ഷോറൂമിലാണ്. തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പൂരോ പുലികളേക്കല്ല മനസ്സിൽ വരുന്നത്. എന്നാൽ ഇത്തവണ ഓണത്തിന് നമ്മുടെ നന്ദല ജിമാർട്ടും ഒപ്പം തന്നെയുണ്ട്. 33, 99, 113 എന്തൊക്കെയാണ് ഈ കണക്കുകളെന്നല്ലേ? വാ, ഇതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഐശ്വര്യയോട് തന്നെ ചോദിക്കാം. Nice to meet you. First of all, ഈ 33, 99, 113 ഇതിന്റെ ഒരു ലോജിക് എന്താണെന്ന്? ഇവിടെ എല്ലാ പ്രൊഡക്ട്സും ഓഫർ ഉണ്ട്. അതിന് പുറമെ ഇപ്പൊ എല്ലാവരും ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആവുന്നേക്കാൾ ഉപരി അവർക്ക് കുറച്ചും കൂടെ ടെക്നോളജി വൈസ് നോക്കുമ്പോൾ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ആ സ്ഥിതി വരുമ്പോൾ നമ്മളെല്ലാവരും ഫിനാൻസ് ഓപ്ഷൻസിലേക്ക് ഒരുപാട് പേര് പോകാറുണ്ട് ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പെർ ഡേ EMI എന്ന് പറയും. ഈ 33 എന്ന് പറയുന്നത് LED TVകളുടെ പെർ ഡേ EMI ആണ്. അത് മാസം നമ്മളിപ്പം എല്ലാം കൂടെ ഗ്യാദർ ചെയ്യുമ്പോൾ ചിലപ്പോൾ 1200, 1250 ഒക്കെ വരുന്നതിന് ബ്രേക്ക് ചെയ്ത് 30 days ബ്രേക്ക് ചെയ്തിട്ട് വരുന്നതാണ് പെർ ഡേ. 33 rupees നിങ്ങൾ ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊരു പെർ മന്ത് EMIയുടെ എമൗണ്ടിലേക്ക് എത്താണ്. ഇങ്ങനെ എല്ലാ പ്രൊഡക്ട്സിനും EMI ഓപ്ഷൻസ് ഉണ്ട്, ക്യാഷ് ബാക്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇവിടെ ബജാജ് ഫിനാൻസ് ചെയ്യുന്നുണ്ട്, IDB ചെയ്യുന്നുണ്ട്, HDFC ചെയ്യുന്നുണ്ട്, TVS ചെയ്യുന്നുണ്ട്. അപ്പൊ പണ്ടൊക്കെ ഒരു സൈഡ് ബൈ സൈഡ് ചിലപ്പോൾ ഒരു അഫോർഡബിലിറ്റിയുടെ സൈഡ് ബൈ സൈഡ് എന്ന് പറയുമ്പോൾ വലിയ ഫ്രിഡ്ജ്, 2 സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്രിഡ്ജ്, അത് അഫോർഡബിലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ആരും നോക്കിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഇത് അഫോർഡബിൾ ആണ് കസ്റ്റമേഴ്സിന്. അതിന് പെർ ഡേ ഓപ്ഷൻസ് ഉണ്ട്, പെർ ഡേ EMI വരുന്നുണ്ട്. LG, സാംസങ് അങ്ങനെ എല്ലാ പ്രീമിയം ബ്രാൻഡ്സിനും നമ്മൾ ചെയ്യുന്നുണ്ട്. പെർ ഡേ 85 rupees ആണ്. ഒരുപാട് ഫിനാൻസ് ഓപ്ഷൻസും ക്യാഷ് ബാക്സും നിറഞ്ഞാണ് ഇത്തവണ ഓണം വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓണം കുറച്ചുകൂടെ നേരത്തെ എത്തിയിട്ടുള്ളത് നന്ദലത്തിലാണെന്ന്. അപ്പൊ നമ്മുടെ ഈ പൂത്തോളിലെ ഷോറൂമില് എന്തൊക്കെയാണ് ഓഫേഴ്സ് ഉള്ളത്, എന്തൊക്കെയാണ് ലൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗോകുനന്ദലത്തിന്റെ കേരളത്തിലുള്ള എല്ലാ ഷോറൂംസിലും ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഷോറൂമിന്റെ പ്രത്യേകത ഇതാണ്, ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഷോറൂം. ദിസ് ഇസ് ലൈക്ക് ഒരാഴ്ച മുമ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, 61ാമത്തെ ഷോറൂമാണ്. ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ഡിസ്പ്ലേ തന്നെയാണ് ഞങ്ങളുടെ ഒരു ബ്രാൻഡിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത്. ഞാനൊരു വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, വിച്ച് ഇസ് ലേറ്റസ്റ്റ് ആണ്. ആദ്യമായിട്ട് കേരളത്തിൽ ഇപ്പൊ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഗോകുനന്ദല ജിമാർട്ടിലാണ്. അതിന്റെ പ്രത്യേകത അത് ഫുൾ ടച്ച് സ്ക്രീൻ ആണ്. അപ്പം അതിന് തിരിക്കുന്ന നോബോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വാഷിംഗ് മെഷീനിന്. അത് AI ടെക്നോളജി ഉപയോഗിച്ച് AI സെൻസിങ് യൂസ് ചെയ്തിട്ട് അത് വാഷിംഗ് തന്നെ ഓട്ടോ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാം AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇന്ന് വിപണിയിലുള്ളത്. അതിന്റെ എല്ലാത്തിന്റെയും ലേറ്റസ്റ്റ് മോഡൽ വിച്ച് ഇസ് അവൈലബിൾ. ഇപ്പൊ താഴെ ഒരു റെഫ്രിജറേറ്റർ കിടക്കുന്നുണ്ട്, വിച്ച് ഇസ് 5 lakhs വരുന്നതാണ്. വി സ്പോക്ക് സീരീസിൽ വരുന്നതാണ്. ഫാമിലി ഹബ്ബാണ് സാംസങ്ങിന്റെ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതെല്ലാം AI ജനറേറ്റഡ് ആണ്. സോ അത് എക്സ്പയറി ഡേറ്റ് അവസാനിക്കുന്ന 2 ദിവസം മുമ്പ് നമുക്ക് വാർണിംഗ് വരും നമ്മുടെ മൊബൈലിലോട്ട്. ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് പറ്റാറുണ്ട് പലപ്പോഴായിട്ട്. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇനി ഇപ്പോൾ ഉള്ളത്, ഫ്രിഡ്ജിലുണ്ടോ ഈ സംഭവം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. ഇത് ഉണ്ടാവും, ഇനി മേടിച്ചിട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ ഇത് കണക്റ്റഡ് ആണ്. സ്മാർട്ട് ഹബ് ആൻഡ്രോയിഡ് ആപ്പ് വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. പണ്ടത്തെ ഒരു ടെക്നോളജിയിൽ നിന്ന് മാറി AI വന്നതിൽ എല്ലാ പ്രൊഡക്ട്സിനും അതിന് പങ്കുണ്ട്. അതെല്ലാ ലേറ്റസ്റ്റ് പ്രൊഡക്ട്സും ഇന്നിവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാലഘട്ടമാണല്ലോ. ജെൻസി പിള്ളേർ മാത്രമല്ല, അവരുടെ പേരൻസും കിഡ്സും ഒക്കെ തന്നെയും ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അപ്പൊ അത്തരത്തിൽ ഓൺലൈൻ ഷോപ്പിംഗ് വരുമ്പോഴത്തേനും നമ്മുടെ ഒരു നന്ദല ജിമാർട്ടിനെ അത് ബാധിച്ചിട്ടുണ്ടോ? നമ്മളൊരു ഓൺലൈൻ വെബ്സൈറ്റ് നമുക്കുണ്ട് നന്ദല ജിമാർട്ടിന്റെ. അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് പാൻഡമിക്കിന്റെ സമയത്താണ്. ആ സമയത്ത് നമുക്ക് ഒരുപാട് രീതിയിലുള്ള എൻക്വയറീസും കാര്യങ്ങളും വന്ന് ഞങ്ങൾ നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് ഓൺലൈൻ പോകുന്നത്. അതിനുശേഷം ഞങ്ങൾക്കൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് ഓൺലൈനിൽ കൂടെ വാങ്ങുന്നത് തന്നെ. ഇപ്പം പുറമേ ഇരിക്കുന്ന ഇപ്പൊ NRI കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക്. ചില കേസിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം പ്രായമായ പേരൻസ് ഉണ്ടാവും, വാഷിംഗ് മെഷീൻ മാറ്റണം, പക്ഷെ അവരെ കൊണ്ട് സ്റ്റോർ വരെ വന്ന് ബുദ്ധിമുട്ടിക്കാതെ ഒരു ഓൺലൈനിൽ ഞങ്ങളുടെ ഓൺലൈൻ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളത് ബെസ്റ്റ് ഡീൽ കൊടുത്ത് ഇതേപോലെ തന്നെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ ഇപ്പോൾ ഏത് സൈറ്റിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ബെസ്റ്റ് പ്രൈസ് ആണ് ഡീലാണ് കൊടുക്കാറുള്ളത്. കേരളത്തിലെ കസ്റ്റമേഴ്സിന് ടച്ച് ഫീൽ ഗുഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം നാട്ടിൽ ഞങ്ങൾക്ക് ഇത്ര നമ്മൾ ഓഫറും കാര്യങ്ങളും കൊടുത്താലും ഒരു സ്റ്റോറിൽ വന്ന് അവർക്ക് ആ ഒരു പ്രിഫർ ചെയ്യണം, ഫാമിലിയുടെ കൂടെ വന്ന് ഷോപ്പ് ചെയ്യണ ട്രെൻഡ് മാറിയിട്ടില്ല. അത് ഒരു രീതിയിലും എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ട്രാൻസിഷൻ നമുക്ക് എപ്പോഴും അനിവാര്യമാണ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്ന അവരുടെ കംഫർട്ട് ഷോപ്പിംഗ് ആണ്. ആ കംഫർട്ട് എന്നും പോകുന്നതിൽ ജിമാർട്ട് കൊടുക്കും, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ഇപ്പൊ എല്ലായിടത്തും ഈ ഒരു വക്കാലക്ക ഓഫറാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ളത്? ശരിക്കും ലക്കാണോ ഈ ഒരു വക്കാലക്ക? എല്ലാ സീസണിലും നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി ഡിസ്കൗണ്ടുകൾക്ക് പുറമെയാണ്
ഈ ലക്ക് കൊണ്ടെത്തിക്കാറുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള 5 കോടിയിലധികം കസ്റ്റമർ ബാക്കപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷം നമ്മൾ വക്കാലക്ക, കഴിഞ്ഞ വർഷം ബെൻസ ആയിരുന്നു, ബെൻസ് കാറായിരുന്നു, അതുകൊണ്ട് ബെൻസ. അത്തം മുതൽ വേറൊരു ഓഫർ ഉണ്ട്, അതൊരു എക്സ്ക്ലൂസീവ് ഓഫറാണ്. എവറി ഡേ വി ആർ ടേക്കിംഗ് എ ലക്കി ഡ്രോ. ലക്കി വിന്നറിന് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ്. ഇതൊക്കെ ഗോപുനന്ദല ജിമാർട്ട് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഈ വർഷം കസ്റ്റമേഴ്സിന് കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടണം, ആ ലക്ക് അവരെ തേടിയെത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഏത് ബിസിനസ്സിനെയും സക്സസ്ഫുൾ ആക്കുന്നത് അവരുടെ ടീം വർക്കും ഹാർഡ് വർക്കും ഒക്കെ തന്നെയാണ്. അപ്പം എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് വിഷണറി പ്ലാൻസ് ആണ്. അത്തരത്തിലേക്ക് എന്തെങ്കിലും ഗ്രോയിങ് പ്ലാൻസ് നമ്മുടെ ഈ ഒരു നന്ദല ജിമാർട്ടിനുണ്ടോ? നമ്മുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ഇപ്പൊ എടുത്തിരിക്കുന്നത് എവറി 30 കിലോമീറ്റേഴ്സിൽ ഗോപുനന്ദല ജിമാർട്ടിന്റെ ഷോറൂം കാണണം എന്നുള്ളതാണ്. ആ ഒരു എക്സ്പാൻഷൻ പ്ലാൻ ആണ് ഞങ്ങളിപ്പോ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നോടകം തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുടെ 10ാമത്തെ ഷോറൂമാണ്. കോട്ടയം ജില്ലയിൽ ഞങ്ങൾ 8 ഷോറൂമുകളോളം ഞങ്ങൾ കഴിഞ്ഞു. കോഴിക്കോടാണെങ്കിൽ ഞങ്ങൾക്ക് 5ാമത്തെ ഷോറൂമാണ്. അപ്പൊ എല്ലായിടത്തും ഞങ്ങൾ ആ എക്സ്പാൻഷൻ ഫേസിലാണുള്ളത്. അത് കഴിഞ്ഞ് ഇന്ന് ചെറിയ ടൗണുകളിലേക്ക് ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാണ്. അതാണ് ഇനിയുള്ള ഒരു സമയത്ത് ഞങ്ങൾ ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങളുടെ അതാണ് പ്ലാൻ. മേ ബി നെക്സ്റ്റ് ഇയർ ഞങ്ങൾ അതർ സ്റ്റേറ്റ്സിലോട്ടും പോകാനുള്ള പ്ലാൻ ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി തൃശ്ശൂരിൽ തന്നെ ഇപ്പൊ 61ാമത്തെ ഷോറൂം വന്നിരിക്കുകയാണ്. ആ ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ ഒരു ബ്രാൻഡ് ബർത്ത് ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിലാണ്. ബ്രാൻഡിനെ ബ്രാൻഡാക്കി മാറ്റിയത് ഞങ്ങളുടെ നാട്ടുകാരാണ്. ഇന്ന് കേരളത്തിലെ സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് നമ്പർ 1 ഡീലർ എന്ന ഓരോ ബ്രാൻഡും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ ആ 43 വർഷത്തെ ജേർണിയാണ്. അത് മാത്രമല്ല, അത് ഓരോ ബ്രാൻഡ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അംഗീകാരമാണ്. ഇന്ന് ഞങ്ങളാക്കി മാറ്റിയത് ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. തീർച്ചയായും എല്ലാ രീതിയിലും ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി തന്നെയാണ് നിന്നിരിക്കുന്നത്. ഞങ്ങളുടെ ബാക്ക് ബോൺ ഞങ്ങളുടെ കസ്റ്റമേഴ്സാണ്. ഈ ഒരു സംഭവം എന്നും ഞങ്ങൾ ഓർക്കും. ഞങ്ങളുടെ വളർച്ചയിലും അവർ തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നമുക്കറിയാം ഈ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ലോയൽ കസ്റ്റമേഴ്സിനെ തിരിച്ച് നമ്മുടെ ഷോപ്പിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ലൈക്ക് നമ്മുടെ USP എന്താണ്? കൂടുതൽ മോഹന വാഗ്ദാനങ്ങളൊന്നും തരാറില്ല. വെരി ട്രാൻസ്പാരന്റ് ആണ് ഞങ്ങൾ. ഇപ്പൊ കൊടുക്കുന്ന ഓഫറും കാര്യങ്ങളും വളരെ ട്രാൻസ്പാരന്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ആൻഡ് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിൽക്കാറുള്ളത് എപ്പോഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ബ്രാൻഡിനെ പറ്റി കേട്ട് കഴിഞ്ഞാൽ, സർവീസ് ഇഷ്യൂസ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ദ കസ്റ്റമർ rather than the brand. ഒരു 43 വർഷം ഞങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയിൽ, ഒരേ ഇൻഡസ്ട്രിയിൽ തന്നെ ഞങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞങ്ങൾ അത്രയും ട്രാൻസ്പാരന്റ്, അത്രയും സത്യസന്ധമായതുകൊണ്ടാണ്. ഞങ്ങളുടെ USP അത് തന്നെയാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ 100% കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് 99.9% ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫും ഞങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അവര് ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ബ്രാൻഡിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവർ കഷ്ടപ്പെടുന്നതാണ്. കസ്റ്റമേഴ്സാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ്.